AI ചിത്രം എന്താണെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്നും എവിടെയോ കേട്ടിട്ടുണ്ട്. അത് വെച്ച് പറയുമ്പോ ഇത് അതാ പറഞ്ഞ ഏത് ലോകത്താണ് അവർ ജീവിക്കുന്നത്? ഈ കാലഘട്ടത്തിൽ AI ചിത്രമാണെങ്കിൽ അത് തിരിച്ചറിയാനുള്ള സംവിധാനമുണ്ട്. മാത്രമല്ല, മുഖ്യമന്ത്രിയുമായി അതിന്റെ ഇപ്പൊ ആ ചിത്രം എന്തോ ആയിക്കോട്ടെ, ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറപ്പെടുവിച്ച വീഡിയോയിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടന്നെന്നും അവിടെ ഇവര് തമ്മിൽ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നെന്നും ഒക്കെ യാഥാർത്ഥ്യമായില്ല. ഞാൻ ചോദിക്കട്ടെ, ആ ചടങ്ങിന് ആര് ക്ഷണിച്ചു മുഖ്യമന്ത്രിയെ? ഒരു ആംബുലൻസ് കൊടുക്കുന്ന കേരള പോലീസിന് ഒരു ആംബുലൻസ് കൊടുക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്ന് സ്വീകരിക്കാനുള്ള ഗൗരവം ആ ചടങ്ങിന് എങ്ങനെ വന്നു? ആ ചടങ്ങില് ഭീമ ജുവലറിയുടെ ഉടമയുടെ മകളിനോടൊപ്പം എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും താക്കോൽ നൽകിയത്? അതിനല്ലേ മറുപടി പറയേണ്ടത്. അല്ലാതെ അത് AI ക്രിയേഷൻ ആണോ? മുഖ്യമന്ത്രി പുറത്തുവിട്ട വീഡിയോയും AI ക്രിയേഷൻ ആണോ? അതാണ് ഇതിന്റെ ദുരൂഹത. അതാണ് ദുരൂഹതയായിട്ട് നിലനിൽക്കുന്നത്. അതിനാണ് മറുപടി പറയേണ്ടത്. അല്ലാതെ ചോദ്യം ഉന്നയിക്കുന്നവരെ കലാപാഹനത്തിന് കേസെടുക്കുന്നതല്ല. കോടതിയുടെ വളപ്പിൽ പോലും കോമ്പൗണ്ടിനകത്ത് ചെന്നു കഴിഞ്ഞാൽ എടുത്തു കളയുന്ന കേസാണ് കലാപാഹനത്തിന്റെ കേസ്. ഇതെല്ലാ ഏകാധിപതികളും നടപ്പിലാക്കിയ അതേ കാര്യങ്ങൾ അങ്ങനെ അടിച്ചമർത്താം എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരിക്കുന്നത്.